കരയാതെ കരയാതെ കൺമണിയേ കണ്ണീരു വാർത്തിടല്ലേ. കരയാതെ കരയാതെ കൺമണിയേ കണ്ണീരു വാർത്തിടല്ലേ. അകലേക്കു പോയി മറഞ്ഞെങ്കിലും നീ എൻ ഹൃദയത്തിലോർമ്മയല്ലേ. അകലേക്കു പോയി മറഞ്ഞെങ്കിലും നീ എൻ ഹൃദയത്തിലോർമ്മയല്ലേ. ആ ലാ 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 ലാ. എന്തായാലും നിമിഷ കവിക്ക് അഭിനന്ദനങ്ങൾ. ഈ പാട്ടിന്റെ പ്രത്യേകത സുബ്രേട്ടൻ തന്നെയാണ് ഇത് എഴുതിയതും സംഗീതം കൊടുത്തതും പാടിയതും. ഒരു കാര്യം ചോദിക്കാനുള്ളത് ഫാസിലിനോടാണ്. ഇപ്പോൾ ഇവിടെ ഉള്ള ക്രൂവിനപ്പുറത്തേക്ക് താങ്ക്ഫുൾ ആയിട്ടുള്ള ഒരുപാട് ആൾക്കാരുണ്ടാവല്ലോ, വർക്ക് ചെയ്തവർ, പല സമയത്തായിട്ട് പലതരം സഹായങ്ങൾ ചെയ്തു തന്നവരൊക്കെ. അപ്പം അത്തരത്തിൽ ഉള്ള മനുഷ്യരെ കുറിച്ചിട്ട് എന്താ പറയാനുള്ളത്? ഒരുപാട് പേരുണ്ട്. പ്രധാനപ്പെട്ട ആള് നമ്മുടെ കോ പ്രൊഡ്യൂസറാണ് പ്രമോദ്. പിന്നെ നമ്മുടെ ഹരിച്ചേട്ടൻ ഉണ്ടായിരുന്നു. ഹരിച്ചേട്ടനാണ് സിംഗ് സൗണ്ട് അതുപോലെ ഡിസൈനൊക്കെ ചെയ്തത്. പുള്ളി വളരെ സീനിയറായിട്ടുള്ള ആളാണ്. അതുപോലെ ആമോസ്, ശ്രീരാം, റാഫി, അമീന്, അങ്ങനെ ഇത്രയും പേരുള്ളൂ. നമ്മൾ കൂടാണ്ട് ഇത്രയും പേരാണ് കൂടുതലുള്ളത്. ഷാരോൺ. പിന്നെ കാസ്റ്റിൽ പറയുകയാണെങ്കിൽ 10-40 ആൾക്കാരുണ്ട്. അവരൊക്കെ നമുക്ക് പ്രാക്ടീസ് കൊടുത്ത് അവരൊക്കെ നമ്മുടെ ഭാഗമായിട്ട് എല്ലാവരോടും താങ്ക്സ് ഉണ്ട്. ഹരിതക്ക് സിനിമയിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്തും വർക്ക് ചെയ്ത് കഴിഞ്ഞിട്ടും രണ്ട് തരത്തിലുള്ള ഇംപ്രഷൻ എന്തായിരുന്നു? ഒരു ദിവസം ഹരിത എന്നോട് പറഞ്ഞു, ഫാസിലിക്ക മൃദുലേട്ടൻ കണ്ടൂടാ അവരെ. ഫാസിലിക്കാന്നുണ്ടായില്ല, ഫാസിലും മൃദുലും. പിന്നെ ഷൂട്ട് കഴിഞ്ഞ് IFFKയിൽ മറ്റേ ഹരിത പടം കണ്ടു കഴിഞ്ഞിട്ട് ഫാസിലിക്ക അല്ല, അപ്പോഴല്ല സിനിമയെ ഫോണിൽ കണ്ടു. ആ സമയത്തല്ലേ അന്ന് ഞാൻ ഇതേപോലെ എന്താ പറയുക അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് സിനിമയ്ക്ക് വന്നതാണ്. എനിക്കും ഇതിനെ പറ്റി യാതൊരു വിവരമില്ല. എയോ ബിയോ സിയോ എന്താന്ന് പോലും എനിക്ക് അറിയില്ലായിരുന്നു. അപ്പോൾ വന്ന സമയത്ത് അവരൊക്കെയാണ് ടീം. ഇവരിവിടേക്ക് വന്നിട്ട് സിനിമയൊക്കെ ചെയ്തിട്ടുണ്ട്, അതിരി പിറയൊക്കെ ചെയ്തിട്ടുണ്ട്. രണ്ടും ഞാൻ കണ്ടതുമാണ്. ഇവര് പറഞ്ഞിട്ടുണ്ടാവും വിചാരിച്ചു. ആ ചില സമയത്ത് ഫസ്റ്റ് ലിങ്ക് അടുത്ത് വിളിച്ചിട്ട് പറയാം, ഹരിത അത് ഇങ്ങനെയാണ് കേട്ടോ, ആ ക്യാരക്ടർ ഇങ്ങനെയാണ്, ആ മൂടിക്ക് ഇങ്ങനെയാണ് കേട്ടോ വരേണ്ടത്, എനിക്ക് സ്വകാര്യമായിട്ട് എന്ന് പറയും. അപ്പോൾ ഞാൻ ഓക്കെ, അപ്പം എന്തോ നിഗൂഢമായി എന്തോ ഒരു കാര്യം ചെയ്യാൻ പോകുന്നു എന്നൊരു ഫീലായിരുന്നു എനിക്ക് ഉണ്ടായിരുന്നത്. പിന്നെ അതൊക്കെ കഴിഞ്ഞു കേട്ടോ. പിന്നെ ഞാൻ ഒരു ദിവസം പെട്രോൾ പമ്പിൽ ആ സീനിലാണോ എനിക്ക് ഓർമ്മയില്ല, അതൊരു സീനില്ല, പെട്രോൾ പമ്പിൽ തന്നെ തോന്നുന്നുണ്ട്. അപ്പോൾ ടീച്ചർ അടുത്ത സീനിക്ക് ഇന്ന ലൊക്കേഷനിക്ക് പോകണമെന്ന് ഫസലിക്ക് പറഞ്ഞു കൊടുക്കുമായിരുന്നു. അപ്പോൾ ടീച്ചർ പറയും, അപ്പോൾ ആ സീനാണല്ലേ, അപ്പോൾ ഈ സാരി പോരാ, കുറച്ച് ഡള്ളായിട്ടുള്ള കളർ വേണം. അപ്പോൾ ഫസലിക്ക ഇങ്ങനത്തെ നടിമാരാണ് നമുക്ക് വേണ്ടത്. ഇങ്ങനത്തെ ഞാൻ തൊണ്ടടുത്ത് നിൽക്കുക, അയ്യോ ഞാൻ നടിയായിരിക്കില്ലേ, ഞാൻ മാറ്റി എന്തെങ്കിലും ചെയ്യണം, എന്തെങ്കിലും ചെയ്യാണ് ഞാൻ കൂടുതൽ. അപ്പോൾ എന്നിട്ട് ഇവിടെ വന്ന് കമ്പനി ആയത് ഒന്ന് റാഫിനോടും ഇസാക്കിനോടാ. ഞാൻ ഇവരുടെ സകലമായ കുട്ടികളെ പറഞ്ഞിരിക്കണം. അതെല്ലാം ഞങ്ങളും കേട്ടിരിക്കണം. അത് നീ അയച്ച ഓരോ മെസ്സേജും വോയിസുകളും രാത്രി. ശ്രീധുവിന് എന്ത് തോന്നി അല്ല, ഞാൻ ആഫ്റ്റർ പറഞ്ഞില്ല. ആഫ്റ്റർ ഞാൻ സിനിമ കണ്ടു. സിനിമ കണ്ടപ്പോൾ എൻ്റെ സീനൊക്കെ ഞാൻ അപ്പോഴേക്ക് ഒരു ഇതാണ്, എനിക്ക് ശരിയാണോ ശരിയല്ല അറിയില്ല. ഞാൻ പറഞ്ഞു എൻ്റെ സീനോടേക്ക് ബാക്കിയൊക്കെ സൂപ്പറായിട്ടുണ്ട്, സിനിമ അടിപൊളിയാണ്, എല്ലാവരും നന്നായി അഭിനയിച്ചിട്ടുണ്ട്, എല്ലാവരും അഭിനയിച്ച് സൂപ്പറാണെന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ മെസ്സേജ് അയച്ചായിരുന്നു. അത് നിങ്ങളെല്ലാവരും കൂടി എടുത്തിട്ട് ഭയങ്കര ഇതാക്കി. എന്നിട്ട് മെയിൻ ടീച്ചർ വിളിക്കുന്നുണ്ട്, ഓ നിന്റെ ഫേമസ് ആയിട്ടുള്ള ഒരു വോയിസ് ഒക്കെ ഞങ്ങൾ ഗ്രൂപ്പിൽ വന്നിട്ടുണ്ടല്ലോ. ശ്രീധുവിന്റെ നമ്മള് ഒരു പെട്രോൾ പമ്പിൽ ഒരു സീൻ ഷൂട്ട് ചെയ്യാം. അപ്പൊ ഇതിന്റെ ഇടയിൽ ശ്രീധുവിന്റെ ഒരു റിയാക്ഷൻ, ഒരു ക്ലോസ് ആനുണ്ട്. അതെടുത്ത് കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾക്ക് മനസ്സിലായത് ഈ സീനിൽ വേറെ ആരുടെ ഇതൊന്നും വെക്കേണ്ട ആവശ്യമില്ല. നമുക്കത് പ്ലാൻ ചെയ്യുമ്പോൾ ശ്രീധുവിന്റെ റിയാക്ഷൻ എങ്ങനെ വരുന്നത് എന്നുള്ളതൊരു
അത് കണ്ടപ്പോഴാണ് ഇതാണ് സാധനം എന്ന് മനസ്സിലായത്. അപ്പൊ അത് അത് ശ്രീധുനാണെങ്കിൽ കൂടുതൽ ഡയറക്ഷൻ കൊടുത്തില്ല, കൂടുതൽ പറഞ്ഞിട്ട് ബുദ്ധിമുട്ടിക്കണല്ലോ എന്ന് വിചാരിച്ചിട്ട് അച്ഛനമ്മ ഇവിടെ വന്ന് വെറുതെ നോക്കി നിന്നാ മതി പറഞ്ഞു. പുള്ളിക്കാരി കറക്റ്റ് സാധനം അത് എല്ലാവർക്കും ഭയങ്കരമായിട്ട്. അതിൽ ഹിഡനായി കിടക്കണ സാധനം എന്താന്ന് വെച്ചാൽ അത് ഞാൻ ഫാസിലിക്കയുടെ വേർഡ്സിന്ന് ഇൻസ്പയർ ആയിട്ട് ഇട്ട കുറച്ചിതാണ്. പറയാൻ പറ്റും. അത് പറഞ്ഞു ലൈക്ക് സ്വന്തം അമ്മയച്ഛനാണ്, അപ്പൊ അവരിങ്ങനെ തമ്മി അടി കൂടുമ്പോ സ്വാഭാവികമായിട്ട് ആ ചെറിയ കുട്ടിയുടെ മനസ്സിൽ എന്തൊക്കെ തോന്നുന്നു ആ ഒരു എക്സ്പ്രഷൻ മുഖത്തിലൂടെ ഇട്ട കുറച്ചിങ്ങനെ ഇരിക്കുന്നു പറഞ്ഞു. എനിക്ക് ഇതിൽ ചോദിക്കാനുള്ളത് ഇസാക്കിനോടാണ്. അപ്പോൾ ഇസാക്ക് ഈ ഒരു സിനിമയിലേക്ക് വരുമ്പോൾ എന്തൊക്കെ പ്രിപ്പറേഷൻ ആണ് ഇസാക്കിന്റെ ഭാഗത്തുനിന്നുള്ളത്? എൻ്റെ റോള് ഇതിലൊരു ഓട്ടോ ഡ്രൈവറുടെ റോളാണ് സുജിത്ത് പറഞ്ഞത്. പുള്ളിക്കാരൻ എങ്ങനെ ഇരിക്കുന്ന ഒരു വിഷ്വൽ മൊത്തത്തിൽ എങ്ങനെ ഇരിക്കുന്ന ഞാനൊരു തോട്ട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതനുസരിച്ചിട്ട് ഞാനും കുറച്ച് പ്രിപ്പറേഷൻ നടത്തിയിട്ടുണ്ടായിരുന്നു. ഫാസിലിനോടൊക്കെ പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു, അത് വേണ്ടാന്നും പറഞ്ഞു. അങ്ങനെ പിന്നെ എൻ്റെ എളാപ്പ, അതായത് ഉപ്പയുടെ അനിയൻ, പുള്ളി ഇപ്പൊ ഗൾഫിലാണ്, പക്ഷെ അതിന് മുമ്പ് ഓട്ടോ ഒക്കെ ഓടിച്ചിരുന്ന ആളാണ്. അപ്പോൾ പുള്ളിക്കാരനൊക്കെ റെഫറൻസ് എടുത്തിട്ടുണ്ടായിരുന്നു ഞാൻ. പുറത്തെ ആക്ടേഴ്സ് ചെയ്യുന്ന പോലെ അല്ലേ? പുള്ളിക്കാരൻ ഞാൻ ചെറിയ ക്ലാസ്സിലേക്ക് പഠിക്കുമ്പോൾ പുള്ളിക്കാരന്റെ ഓട്ടോറിക്ഷയിലാണ് ഞാനൊക്കെ സ്കൂളിലൊക്കെ പോയിട്ടുണ്ടായിരുന്നത്. ഫ്രണ്ട് സീറ്റിലേക്ക് ഇരുന്ന് ഞാനും പണ്ട് ഇങ്ങനെ എന്താ ഓട്ടോ ഓടിച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നു. ഈ സിനിമയിൽ പ്രൊഡക്ഷൻ കൺട്രോളിങ് ഞാനാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഞാനിപ്പോ അത് ചോദിക്കാതിരിക്കുന്നു, അല്ല അതൊക്കെ ചിന്തിക്കാനുള്ള സമയം ഉണ്ടായോ? അതാണ്. അപ്പൊ ഫുൾ ടൈം ഞാൻ ആ ഓട്ടോ കോസ്റ്റ്യൂമിലായിരുന്നു. ഫുൾ ടൈം ഞാൻ ആ ഓട്ടോ ഓടിച്ചോണ്ടായിരുന്നു മൊത്തത്തിൽ സെറ്റിൽ ഉണ്ടായിരുന്നത്. അത് ശരിയാട്ടോ. അത് ഇപ്പൊ അംഗനവാടിയിലെ സീൻ ഉണ്ടായ സമയത്ത് ഇവൻ അവിടെ ബിസ്ക്കറ്റ് കൊണ്ടുവരാൻ വേണ്ടിട്ട് ബൈക്ക് എടുത്തിട്ട് പോകുന്നു. പെട്ടെന്ന് വന്നിട്ട് വേപ്പൊക്കെ തുടച്ചിട്ട് അവിടെ ഇരിക്കുന്നു, പിന്നെ സീൻ ചെയ്യുന്നു, പോകുന്നു, അടുത്ത പണിക്ക് പോകുന്നു, ഊണ് കൊണ്ടുവരാൻ പോകുന്നു. അങ്ങനെയൊക്കെയായിരുന്നു. ഇസാക്ക് രാവും പകലും ഓടിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഈ മൊത്തം സെറ്റ് കൺട്രോൾ ചെയ്ത് കൊണ്ടുപോകണം. പക്ഷെ ആക്ഷൻ പറയുമ്പോൾ ഇസാക്ക് പൗഡറൊക്കെ ഇട്ട് മുടിയൊക്കെ വാർന്ന് കറക്റ്റ് കുട്ടപ്പനായിട്ട് സ്വീറ്റായിട്ട് വരും. അതെങ്ങനെ സാധിക്കുന്നു? ആത്മാർത്ഥ പ്രൊഡക്ഷൻ കൺട്രോളിംഗിൽ നിങ്ങൾ എന്തെങ്കിലും ബുദ്ധിമുട്ടിയിട്ടുണ്ടോ? എല്ലാം ഒരു സമയത്തിന് നിങ്ങൾക്ക് എല്ലാം എത്തിയിട്ടുണ്ട്, ഇല്ലെങ്കിൽ ഇപ്പൊ പറയണോ? പറയരുത്. പ്രൊഡക്ഷൻ കൺട്രോളർമാര് വരെ ഒരു ഷോർട്ട് ഫിലിമിൽ ഒറ്റക്ക് മാനേജ് ചെയ്യാൻ പറ്റുള്ള എന്ന് പറഞ്ഞ് 2-3 പേരെയൊക്കെ ആഡ് ചെയ്ത് കഷ്ടപ്പെട്ട്, എന്നിട്ട് നമുക്ക് ഫുഡ് കിട്ടാത്ത അവസ്ഥയുണ്ട്, വെള്ളം കിട്ടാത്ത അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ നമുക്ക് അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടൊന്നും ഈ സെറ്റില് ഉണ്ടായിട്ടില്ല. അത് ഇസാക്ക് അപ്രിഷിയേറ്റബിൾ. അതെ. അടുത്ത ഷോട്ടിൽ നമുക്ക് എന്ത് വരും, ഒരു വലിയ ചാക്കിന്റെ ഒക്കെ ആവശ്യം വരും. ഇസാക്ക ചുമന്നുകൊണ്ട് വരും, എന്നിട്ട് ആക്ഷനിൽ ഇസാക്ക ചുമന്നുകൊണ്ട് പോകും. പ്രൊഡക്ഷന്റെ പൈസ ഒക്കെ വളരെ കൺട്രോൾ ചെയ്തിട്ടാണ് ഇസാക്ക് ചെലവാക്കിയത്. പക്ഷെ രാത്രി സമയങ്ങളിൽ അവരിൽ കുടിക്കാൻ അല്ല, ഇസാക്ക് എന്താ വെച്ചാല് സമയത്ത് ഫുഡ് എത്തിക്കും. അത് 1 മണിക്ക് നമുക്ക് ഭക്ഷണം വേണമെന്ന് പറയുമ്പോൾ 1 മണിക്ക് ഭക്ഷണം കൊണ്ടുവരും. മാത്രമല്ല ഇസാക്കാണ് എല്ലാവർക്കും വേണം. ഇസാക്ക് എല്ലാവരും കഴിച്ചതിന് ശേഷം ഇസാക്ക് കഴിക്കുള്ളൂ. കാരണം എന്താ അറിയോ? ബാക്കി മീൻ പുറത്ത് നമ്മളിത് 1 മാസം പ്രാക്ടീസ് ചെയ്തിരുന്നു. അപ്പൊ ഈ പ്രാക്ടീസ് സമയത്ത് അനിത ടീച്ചറും സുബ്രേട്ടന്റെയും പെർഫോമൻസ് കണ്ട് ഞങ്ങൾ ശരിക്ക് അത്ഭുതപ്പെട്ടു പോയിട്ടുണ്ട്. കാരണം ഞങ്ങള് ഡെയിലി ഡിസ്കസ് ചെയ്യും വീട്ടിൽ പോയിട്ട്. കാരണം ഞങ്ങൾ എന്താ വെച്ചാല് ഞങ്ങള് ഒട്ടും മെത്തേഡല്ല, ഡയലോഗ് കണ്ടന്റ് കിട്ടിയാൽ മതി, കാണാപ്പാടം പിടിക്കുന്നില്ല, ഇംപ്രവൈസ് ചെയ്യുന്നു. നിങ്ങളുടെ വർത്താനത്ത് നിന്ന് നമുക്ക് അഡീഷണലി കുറെ സാധനങ്ങൾ കിട്ടുന്നുണ്ട്. അപ്പൊ ആ രീതിയിലുള്ള ഒരു സംഭവങ്ങളിൽ നിന്ന് കിട്ടിയിരുന്നു എന്ന് പറയാം. ഒരുപാട് അത് ഇങ്ങനെ ഡയലോഗ് നമ്മള് അങ്ങനെ കുറെ ഇംപ്രൂവൈസ് ചെയ്യാനൊക്കെ സഹായിച്ചിട്ടുണ്ട്. ആ പരിപാടി ബെസ്റ്റ് ആക്ട്രസ് ആണ് ഉർവശിയുടെ അറിയാലോ. ടീച്ചർക്ക് ഉർവശിയുടെ കൂടെ അവാർഡ് കിട്ടി. ഓക്കെ, ടീച്ചറെ ഇൻസ്പയർ ചെയ്ത അല്ലെങ്കിൽ ടീച്ചർ കണ്ടു വളർന്ന ഒരുപാട് ആക്ട്രസ്മാരുണ്ടാവും. അപ്പൊ ഈ പെർട്ടിക്കുലർ ക്യാരക്ടർ ചെയ്യുമ്പോ ഇവരെ പോലെയൊക്കെ ആവാൻ പറ്റിയിരുന്നെങ്കിൽ അങ്ങനെയൊക്കെ ആലോചിച്ചിട്ടുണ്ട് എപ്പോഴെങ്കിലും? ഞാൻ സത്യം അങ്ങനെയൊന്നും ഞാൻ ആലോചിച്ചിട്ടേ ഇല്ല. എനിക്ക് ചെയ്യണത് എൻ്റെതായ ഒരു രീതിയിൽ ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹമായിരുന്നു. ഉർവശി ചേച്ചിയും പിന്നെ ശോഭനയൊക്കെ നല്ലോണം ഇൻസ്പയർ ചെയ്തിട്ടുണ്ട്.
പക്ഷെ ഈ തടവ് ചെയ്യണ സമയത്ത് എനിക്കങ്ങനെ പ്രത്യേകിച്ച് നമ്മളങ്ങനെ അതുപോലെ ആവണമെന്നോ അങ്ങനെ ചിന്തിച്ചിട്ടില്ല. പക്ഷെ ഇവരൊക്കെ ഒരുപാട് ഇൻസ്പയർ ചെയ്ത ആൾക്കാരാണ്. ഇപ്പൊ റഷീജർ അപ്പൊ അവാർഡ് കിട്ടിയെന്ന് പറഞ്ഞു. അപ്പൊ അവാർഡ് കിട്ടുന്ന സമയത്ത് എന്താ ഫീൽ ചെയ്തത്? ഐ മീൻ എന്താ പറയുക, വല്ലാത്തൊരു അന്താളിപ്പായിരുന്നു, വിശ്വസിക്കാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു. പിന്നെ എന്താ വെച്ചാൽ ആ നാടകം കളിക്കാനുള്ളത് കാരണമാണ് ഇത് ഡൈവേർട്ട് ചെയ്ത് ബാലൻസ് ചെയ്ത് പോയത്. അല്ലെങ്കിൽ ചിലപ്പോൾ ബോധം പോയിട്ട് അത് അങ്ങോട്ട് പോണല്ലോ എന്നുള്ളൊരു ചിന്ത അത് ഉണ്ടായത് ചിലപ്പോൾ അതുകൊണ്ടായിരിക്കും. അല്ലെങ്കിൽ ചിലപ്പോൾ ഫ്ലാറ്റ് നമ്മുടെ വിചാരം കിലുക്കത്തില് ഇന്നസെന്റ് കിടക്കണില്ലേ, അതുപോലെ ചിലപ്പോൾ കടന്നിട്ടുണ്ടാവും. ഞാൻ ഈ റേഡിയോയിൽ ഇങ്ങനെ കേൾക്കുകയാണേ, ഇതങ്ങോട്ട് കേട്ടോട് കൂടിയിട്ട് അങ്ങോട്ട് ചാടിയിട്ട് ഞാൻ കൂട്ടാൻ കഷ്ണം നുറുക്കിക്കൊണ്ടിരിക്കുക. അതൊക്കെ പോട്ടെ ഞാൻ വേഗം സ്കൂളിലേക്ക് ഓടുക. സ്കൂളിലേക്ക് ചെന്നോക്കുമ്പോണ്ട് ഈ അമ്മ നാടറമ്പിലേക്ക് പോയിരിക്കണു, നാടകം കളിക്കാൻ പോയിരിക്കണേ. അപ്പൊ എനിക്ക് ആകെ അതിശയ, ഇത് ഈ ദിവസം ഇപ്പൊ ഇത് ചെയ്യാൻ വഴിയുണ്ടോ എന്നുള്ളത്. അതാണ് വല്ലാത്ത സർപ്രൈസായി. അപ്പോൾ നമ്മുടെ സിനിമ ഫെബ്രുവരി 21 റിലീസാകാൻ പോവാണ്. അപ്പോൾ നമ്മുടെ സിനിമ ആൾക്കാർ കാണാൻ പോകുന്നു. ഈ ആളുകളോട് സിനിമയെ കുറിച്ച് പറയാൻ എന്താണുള്ളത്? ചോദ്യം ടീച്ചറോടും സുബ്രേട്ടനോടാണ്. ഈ സിനിമ കണ്ട് ഇതുപോലുള്ള കലാകാരന്മാരെ ഇനിയും വളർന്നു വരാനുണ്ട്. അവർക്കൊരു പ്രചോദനമായി ഈ സിനിമയെ വിജയിപ്പിക്കാനുള്ള ഒരു മനസ്സ് നമ്മളെ പ്രേക്ഷകർക്ക് ഉണ്ട് എന്നുള്ളതിന് സംശയമൊന്നുമില്ല. ആ നല്ല സിനിമകളെ മാറോട് ചേർക്കാനും നന്നല്ലാത്ത സിനിമകളെ തള്ളി കളയാനും നമ്മളുടെ കേരളത്തിലെ അല്ലെങ്കിൽ ലോകത്തിലെ തന്നെ പ്രേക്ഷകർക്ക് കഴിയുമെന്നുള്ളത് കാര്യമാണ് എനിക്ക് പറയുന്നത്. തീർച്ചയായിട്ടും ഈ സിനിമ പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടും, അവർ ഹൃദയത്തോടെ ചേർക്കും എന്നുള്ള കാര്യം തന്നെ എനിക്ക് പറയാം. ഒരു വെറൈറ്റി ഉണ്ടല്ലോ ഇതിന്, എന്തായാലും ഇതിനൊരു നോവൽറ്റി ഉണ്ട് ഈ സിനിമയ്ക്ക്. അപ്പോൾ അത് തികച്ചും മറ്റു സിനിമയിൽ നിന്നും വ്യക്തമായിട്ട് വിട്ടു നിൽക്കുന്ന ഒരു യുണീക്ക്നെസ് ഈ സിനിമയ്ക്കുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് വളരെ അഭിമാനത്തിൽ തടവിൽ അഭിനയിച്ചു എന്ന് പറയാം. അതൊരു എവർ ഗ്രീനായിട്ട് തന്നെ നിൽക്കുന്നുള്ളത് തന്നെയാണ്. തികച്ചും ഫാസിലിനോടാണ് എൻ്റെ ചോദ്യം. അതായത് തടവ് എന്ന് പറഞ്ഞ സിനിമ എന്ത് പുതുമയാണ് പ്രേക്ഷകർക്ക് മുന്നിലേക്ക് വെക്കുന്നത്? അല്ല, ആ പടത്തിനെ എങ്ങനെയാണ് നീ അപ്രോച്ച് ചെയ്തെന്ന് പറഞ്ഞാൽ അതാണ് അത് ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ ഉദ്ദേശിച്ചത്. ആര് കണ്ടാലും, ചെറിയ കുട്ടികൾ കണ്ടാലും വലിയവർ കണ്ടാലും സിനിമ മനസ്സിലാവണം. എല്ലാവർക്കും സിനിമ മനസ്സിലാവണം, വളരെ സിമ്പിളായിരിക്കണം. പിന്നെ എനിക്ക് തന്നെ ഇത് 10 വർഷം കഴിഞ്ഞിട്ട് കാണുമ്പോഴും അത് കുഴപ്പമില്ലല്ലോ എന്ന് തോന്നണം. നമ്മളെ എല്ലാ ഡിപ്പാർട്ട്മെന്റിലും, അത് കളറാണെങ്കിലും സിനിമാറ്റോഗ്രാഫി ആണെങ്കിലും എഡിറ്റ് ആണെങ്കിലും എല്ലാത്തിലും ആ സിനിമ എന്താണോ ഡിമാൻഡ് ചെയ്യണത് അതിലേക്ക് എത്താൻ ശ്രമിച്ചിട്ടുണ്ട്, ട്രൈ ചെയ്തിട്ടുണ്ട്. കാരണം നമുക്ക് കഥ അടിപൊളിയാണ്, അപ്പോൾ മറ്റേക്ക് അഡ്ജസ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ അഭിനയം നന്നായി, നമുക്ക് വിഷ്വൽ ഇച്ചിരി ആ ഒരു പരിപാടി നമ്മൾ ചെയ്തിട്ടില്ല. അപ്പോൾ സൗണ്ട് ആണെങ്കിലും എന്താണെങ്കിലും എല്ലാത്തിനും അത് ഡിസർവ് ചെയ്യുന്ന രീതിയിൽ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്, ആണ് വിശ്വാസം. അപ്പോൾ ഫെബ്രുവരി 21 തടവ് തിയേറ്ററുകളിലെത്താണ്. അപ്പോൾ അത് വലിയ വിജയമാവട്ടെ, എല്ലാവരും സിനിമ കാണാം.